ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സാബുദാന അല്ലെങ്കിൽ സാഗോ വട എങ്ങനെ പെട്ടെന്ന് ക്രിസ്പിയായും ടേസ്റ്റിയായും ഉണ്ടാക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഈ വട രണ്ട് ഷേപ്പിലാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്, നമ്മുടെ ഉഴുന്നുവടയുടെയും പരിപ്പ് വടയും ഷേപ്പിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വട തയ്യാറാക്കാനായിട്ട് ഏകദേശം 1 കപ്പ് സാഗോ പേൾസ് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു 3-4 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. ഇത് നല്ലതുപോലെ കുതിർന്ന് വരുമ്പോഴത്തേക്കും ഈ ബൗൾ നിറയെ കാണും. ഇനി ഇതിലേക്കായിട്ട് 1/2 കപ്പ് പച്ചക്കടല എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം തൊലി മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി തരുതരുപ്പായിട്ട് പൊടിച്ചെടുക്കണം. നല്ല തരുതരുപ്പായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി കുതിർക്കാൻ വെച്ച സാബുദാന എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റണം. സാബുദാന കുതിർക്കാനിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇത് അടിയിലെ വെള്ളത്തിൽ മാത്രം കൂടുതൽ കുതിരുകയും മുകളിലേക്ക് അത്ര ഇതാവാതെ വരികയും ചെയ്യും. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഉടച്ച് ചേർക്കാം. ഇതിനെ കൈവച്ച് ഉടയ്ക്കുകയോ അല്ലെങ്കിൽ ഇതുപോലൊരു മാഷർ ഉപയോഗിച്ച് ഉടച്ചെടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ പൊടിച്ചു വെച്ച റോസ്റ്റഡ് പീനട്ട്സ് പൗഡറാണ്. ഇത് ഞാൻ എല്ലാം ഒന്നും ചേർക്കുന്നില്ല, അളവ് നോക്കിയിട്ട് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകിൻ്റെ ചെറുതായിട്ടരിഞ്ഞ കഷ്ണങ്ങളും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതാണ്. കാരണം വെള്ളം ഊറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ മല്ലിയിലയാണ്. മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതുപോലെ നുറുക്കിയിട്ടാൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ സ്പൂൺ ജീരകവും അതേ അളവിൽ തന്നെ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഇതിൽ സവാള വഴറ്റി ചേർക്കാൻ കാരണം വെള്ളം ഊറി വരാതിരിക്കാനാണ്. അങ്ങനെ വന്നാൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത് ചേർത്തത്. ഇനി ഈ ബാറ്ററിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 സ്പൂണിനും താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ വടയുടെ ഷേപ്പിലാക്കി ഓരോന്നായിട്ട് തയ്യാറാക്കാം. ഈ ബാറ്ററിന് കുറച്ച് ഒട്ടലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഷേപ്പ് വരുത്തുന്നതിന് മുമ്പേ കുറച്ച് ഓയിൽ കയ്യിലിങ്ങനെ തേച്ച് കൊടുക്കാം. ഞാനിവിടെ 2 രീതിയിലാണ് വട തയ്യാറാക്കുന്നത്. ആദ്യം ഉഴുന്നുവടയുടെ ഷേപ്പിലാണ്. നമ്മളെങ്ങനെയാണോ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് അതുപോലെ കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് ഷേപ്പാക്കിയതിന് ശേഷം നല്ല ഹോളൊക്കെ ഇട്ട് കൊടുക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ ചാനൽ മുമ്പോട്ട് പോകുന്നത്. ഉഴുന്നുവടയുടെ ഷേപ്പിലുള്ള വടയൊക്കെ ഞാൻ തയ്യാറാക്കി. അതുപോലെ തന്നെ പരിപ്പുവടയുടെ ഷേപ്പിലുള്ള വടയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എണ്ണ ചൂടായോ എന്നറിയാൻ 2-3 സാഗോ പേൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കണം. ഇത് ഇട്ട് കൊടുത്ത് ഒരുവിധം ചൂടായതിന് ശേഷം വേണം പതുക്കെ മറിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വട ഉണ്ടാക്കുമ്പോൾ ചൗവരി നല്ല കുതിർന്ന് കിട്ടണം. കുതിർന്നില്ലെങ്കിൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിങ്ങനെ പൊട്ടി വന്ന് വട ഷേപ്പ്ലെസ് ആവും. അതും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ വട തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട്
നല്ല പാകമായി വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ പാകം. അപ്പോഴത്തേക്കും ഓരോന്നായിട്ടിത് മാറ്റി കൊടുക്കണം. കൂടുതൽ ഡാർക്ക് ആയാൽ ഇതിനൊരു കടുത്ത ചുവ വരും. ഇനി ഫ്രൈ ചെയ്യേണ്ടത് പരിപ്പ് വടയുടെ ഷേപ്പിലുണ്ടാക്കിയ വടകളാണ്. അതും ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. പരിപ്പ് വടയുടെ ഷേപ്പിലുള്ള വടകളെല്ലാം പാകമായി എണ്ണയിൽ നിന്ന് ഇനി കോരി മാറ്റാം. ഇതുപോലെ ബാക്കി വന്ന എല്ലാ വടകളും തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ സാബുദാന വടയെല്ലാം റെഡിയായി. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. ചട്നി ഉപയോഗിച്ചും ഇത് കഴിക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സാഗോ വട ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.